അരുണിലേക്ക് ചേരുകയാണ്. അരുൺ, നിലവിലത്തെ ഇപ്പോൾ ഒരു സാഹചര്യം എങ്ങനെയാണ്? അരുൺ കേൾക്കുന്നുണ്ടോ? നിലവിൽ ഈ കന്നഡ മാധ്യമങ്ങൾ കളക്ടർ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയപ്പോൾ അവരെ വഴിയിൽ തടയുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഇത്ര നേരം മാധ്യമങ്ങളെ ഈ ദൗത്യം ഇങ്ങനെ പുരോഗമിക്കുമ്പോഴും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനോ മറ്റോ ഒന്നും തന്നെ അനുവദിച്ചിരുന്നില്ല. അതിനെതിരെ ഈ കന്നഡ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ചേറെ നേരമായി ഈ വഴിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദൗത്യം നടക്കുന്ന മേഖലയിലേക്ക് കളക്ടറും കേരളത്തിൽ നിന്നുള്ള മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് പോകുന്നതിനായി എത്തിയത്. പക്ഷേ അവർ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ കന്നഡ മാധ്യമങ്ങൾ അവിടെ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത്. ഏതായാലും കന്നഡ മാധ്യമങ്ങൾ തങ്ങളെ കടത്തിവിടാതെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നൊരു നിലപാട് ഇപ്പോൾ കളക്ടറോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അവർ ഈ വിഷയത്തിൽ ഏതായാലും തങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് അനുവദിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് കളക്ടറോട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് നമുക്ക് കരുതാം അല്ലേ? നിലവിലിപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. പ്രാദേശിക അനുഭവ സമ്പത്തുള്ളവരുടെയും വിദഗ്ധന്മാരുടെയും സഹായത്തോടുകൂടി പുഴയുടെ ആഴങ്ങളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയും നാം ആശിച്ച വിധത്തിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു സംഭവം നടക്കുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹപ്പെടുത്തുന്ന ഒരു നിലപാട് കേരളത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. ഞങ്ങൾ മനസ്സിലാക്കിയത് സാധ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് എന്നാണ്. നമ്മുടെ ഉത്കണ്ഠ അർജുനൻ എന്ന യുവാവിനെ കണ്ടെത്താനും രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കുന്നില്ല എന്ന ഒരു നിരാശ, സങ്കടം, ഉത്കണ്ഠ എല്ലാമുണ്ട്. പക്ഷെ ആ ഉത്കണ്ഠകൾ പ്രകടിപ്പിക്കുമ്പോഴും നമ്മൾ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനോ ആരെങ്കിലും ഇതിക്കൂട്ടിൽ കയറ്റി അവരുടെ തലയിൽ കുറ്റം വെച്ച് കെട്ടാനോ തരത്തിലുള്ള ഒരു നിലപാടും ഞങ്ങളാരും സ്വീകരിക്കുകയില്ല. ഇതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പം ഞാൻ ഒന്നുകൂടി ആ സ്ഥലത്ത് പോയി വന്നതിന് ശേഷം നമുക്ക് കാണുന്നതായിരിക്കും. തീർച്ചയായും നമുക്കും കൂടി ആ കൂട്ടത്തിലൊന്ന് പോകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മിനിസ്റ്റർ. ഏതായാലും തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങളെ ഉൾപ്പെടെ പ്രവേശിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും നമുക്ക് എന്താണ് ഇനി ആ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തെ ദൃശ്യങ്ങൾ എന്നുൾപ്പെടെ കാണേണ്ടതുണ്ട്. അത് ഉടൻ തന്നെ അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ ഭാഗത്തുള്ള എന്താണ് രക്ഷാപ്രവർത്തനം സംബന്ധിച്ചുള്ള കാഴ്ചകൾ എന്നുള്ളത് കൂടി തരത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ള തരത്തിലൊരു നിരാശയും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരെ വേണ്ട രീതിയിലേക്ക് ആ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും അവിടെ നിന്ന് ഉയരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്.